അപ്പം നമ്മൾ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 15 + 33 ഹരണം 11 ഇൻറ്റു ബ്രാക്കറ്റിൽ 12 ഹരണം 3 മൈനസ് 10. അപ്പോൾ നമ്മൾ ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. 12 ഹരണം 3 എത്ര നമുക്ക് കിട്ടും? 4 അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പിന്നെ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ 33 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ 15 + 3 × 4 -10. പിന്നെ അടുത്ത് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 12 എന്ന് കിട്ടും. പിന്നെന്താണ്? അഡീഷനാണ് ചെയ്യേണ്ടത്. 27 കിട്ടും. പിന്നെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 17 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 36² / 6². ഇതിന് നമ്മൾ 36 × 36 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 36 × 36 / 6 × 6 ചെയ്യാം. അപ്പോൾ താഴെ എന്ത് വരും? 36 വരും. ഇതിലൊരു 36 ക്യാൻസലായിപ്പോയി. ബാക്കി നമുക്ക് എന്താ കിട്ടുക? 36 ആൻസറായിട്ട് കിട്ടുക. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് √0.444 എന്നിട്ട് എക്സ്ട്രാ ഇങ്ങനെ ഇട്ട് പോയി ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഒരു സംഖ്യ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? √4/9 ആണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ √0.42 അങ്ങനെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിലോ 42 / 99 ഇതിൻ്റെ റൂട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ √4 / 9 എന്ന് എഴുതുക ഇതിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇപ്പോൾ √4/9 നമുക്ക് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 4ൻ്റെ റൂട്ട് 2, 9ൻ്റെ റൂട്ട് 3. അപ്പോൾ 2/3 നമ്മൾ ചെയ്യുമ്പോൾ 0.666 എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1.5² × 0.2² ഇത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 1.5² × 0.2². അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഇതിൽ നമ്മൾ 1.5² × 0.2² എന്നാണ്. അപ്പോൾ നമ്മളിത് 1.5ൻ്റെ സ്ക്വയർ എടുത്ത് 0.2ൻ്റെ സ്ക്വയർ എടുത്ത് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഇത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? a⁻n × b⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a × b ⁻n ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെങ്ങനെ മാറ്റി എഴുതാം? 1.5 × 0.2² എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഈ 1.5നെ 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1.5 × 1.5 കണ്ടുപിടിക്കും. എന്നിട്ട് 0.2 കൊണ്ട് 0.2 കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ ആൻസറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ആൻസറിൽ എത്തുക. അപ്പോൾ അതിന് പകരം a⁻n × b⁻n ഈക്വൽ ടു എന്താണ്? a × b ⁻n. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ മാറ്റി എഴുതി. അപ്പോൾ എന്താണ്? 1.5 × എന്താണ്? 0.2 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.3 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ എന്തിൻ്റെ? 0.3യുടെ സ്ക്വയർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. 0.3യുടെ സ്ക്വയർ എന്താണ്? 0.09 ആണ് 0.3യുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 52 km/മണിക്കൂറിൽ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? 52 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എന്താണ്? നമുക്കിതിൽ വേഗത തന്നിട്ടുണ്ട് അല്ലേ? സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 52 km/h ആണ്. പിന്നെ അതേപോലെ സമയവും തന്നിട്ടുണ്ട്. എത്രയാണ്? 6 മണിക്കൂറിന് സമയം തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് = എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് = നമുക്ക് എങ്ങനെ എഴുതാം? സ്പീഡ് × ടൈം എന്ന് എഴുതാം. അപ്പോൾ സ്പീഡ് എത്രയാണ്? 52. ടൈമും നമുക്കിവിടെ
6 മണിക്കൂറിൽ തന്നെ തന്നിരിക്കുന്നത്, അതുകൊണ്ട് മാറ്റണ്ട. അപ്പോൾ നമുക്കിവിടെ 6 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 312 കിലോമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 312 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 0 1 1 2 3 5 8 ഇതിൻ്റെ അടുത്ത സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 0 1 1 2 3 5 8 ഇതിൻ്റെ അടുത്ത സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 0യുടെ കൂടെ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ദെൻ 1 + 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0 + 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1 കിട്ടി. ദെൻ 1 + 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 കിട്ടി. പിന്നെ 1 + ഈ 2 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 3 കിട്ടി. ഇനി 2 + 3 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 5 കിട്ടി. അതേപോലെ 3 + 5 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 5 + 8 ആയിരിക്കും. 5 + 8 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? 13. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. മനസ്സിലായോ? അതായത് 0 + 1. അപ്പോൾ നമുക്ക് അടുത്ത സംഖ്യ കിട്ടി. എത്രയാണ്? 1 കിട്ടി. ഇനി 1 + 1 അടുത്ത സംഖ്യ കിട്ടാൻ 1 + 1. അപ്പോൾ നമുക്ക് 2 കിട്ടി. ഇനി ഇതിൻ്റെ അടുത്ത സംഖ്യ കിട്ടാൻ 1 + 2 ചെയ്തു. അപ്പോൾ 3 കിട്ടി. ഇനി 2 + 3 5 കിട്ടി. 5 + 3 8 കിട്ടി. ദെൻ 5 + 8 ചെയ്തപ്പോൾ 13 അടുത്ത സംഖ്യ കിട്ടി. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യണത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അപ്പോൾ എന്താണ്? 1200 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്തു? വാങ്ങിയ വിലയാണ്, നാളികേരം വാങ്ങിച്ചു. അത് വിൽക്കുമ്പോൾ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 12% ലാഭം ലഭിക്കണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? അപ്പോൾ വിൽക്കേണ്ടത് എത്രയാണെന്നാണ്. അപ്പോൾ വിറ്റ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാങ്ങിയ വില നമുക്ക് തന്നിട്ടുണ്ട് 1200. ലാഭം അയാൾ പ്രതീക്ഷിക്കുന്നത് 12% അല്ലേ? അപ്പോൾ എന്താണ്? നമുക്ക് അയാൾ വിൽക്കുന്ന വില, വിറ്റ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അയാൾ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 1200 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ വാങ്ങിയ വില അത് നമ്മൾ എന്താണ്? 100% എടുക്കാം. അതെത്രയാണ്? അതാണ് 1200. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ലാഭം 12% കിട്ടുന്ന രീതിയിൽ അയാൾ ആ സാധനം വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാഭം 12% എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 112 ഇല്ലേ? ആ വില എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഇനി എന്താ ചെയ്യുക? ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 112 × 1200 / 100. അപ്പോൾ എന്ത് ചെയ്യും? 100 ക്യാൻസൽ, 0 ക്യാൻസൽ ചെയ്ത് പോയി. അതെ, 100 മുകളിലത്തെ 100 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 112 × 12 ചെയ്യുമ്പോൾ നമുക്ക് 1344 എന്ന് കിട്ടും. അപ്പോൾ 12% ലാഭം കിട്ടുന്ന രീതിയിൽ അയാൾ വിൽക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 1344 രൂപയ്ക്ക് വേണം വിൽക്കാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2/1/2 - 1/8 - 1/16 = അടുത്ത സംഖ്യ എത്രയാണ്? അടുത്ത ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? 2/1/2 - 1/8 - 1/16 = അടുത്ത സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ സൊല്യൂഷൻ എത്രയാണെന്നാണ്, ഈക്വൽ ടു എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2+ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 1/2 - 1/8 - 1/6 എന്ന് എഴുതാം. അപ്പോൾ 16. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിനെ നമുക്ക് എന്താക്കാം? 16 ആക്കാം അല്ലേ? ഇപ്പോൾ 2ൻ്റെ കൂടെ 8 മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 16 ആവും. അപ്പോൾ നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8 / 16 മൈനസ്, ഇനി 8ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 8ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 വരും. അപ്പോൾ 2 / 16 മൈനസ്, ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, 1/16. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 + 8 - 2 - 1 / 16 = 2 +
ഇതെത്ര വരും? 8 -2, 2 പോയി കഴിഞ്ഞാൽ 6, 6 -1 പോയി കഴിഞ്ഞാൽ 5. അപ്പോൾ 5/16 എന്ന് വരും. അപ്പോൾ 2 + 5/16 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 16 + 5/16. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 37/16 എന്ന് കിട്ടും ആൻസർ. ഓക്കെ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 11 ആണ്. ടീച്ചറേയും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ശരാശരി വയസ്സ്, ടീച്ചറും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ശരാശരി വയസ്സ് എത്രയായി? 12 എങ്കിൽ ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ 35 കുട്ടികളുടെ ടോട്ടൽ വയസ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത്, ശരാശരി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പേഴ്സാണ് ആവറേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അത് നമ്മൾ ടി എന്ന് എഴുതാം. ടി ഡിവൈഡ് ബൈ നമ്പേഴ്സ് എത്രയാണ്? 35 കുട്ടികളുടെ എത്രയാണ് ശരാശരി വയസ്സ് എന്ന് പറയുന്നത്? 11. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 35 × 11. 35 × 11 നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ കിട്ടുക. അപ്പോൾ എത്ര കിട്ടും? 35 × 11 ചെയ്ത് കഴിഞ്ഞാൽ 385. അപ്പോൾ ടോട്ടൽ 385 കുട്ടികൾ മാത്രമായിട്ട്. ഇനി എന്ത് ചെയ്തു? ടീച്ചർ കൂടെ വന്നു അല്ലേ. അപ്പോൾ 385 പ്ലസ് ടീച്ചർ വന്നു. അപ്പോൾ നമ്പർ എത്രയായി? 35 എന്നുള്ളത് 36. 35 എന്നുള്ളത് 36. അപ്പോൾ ശരാശരി എത്രയായി എന്നാണ് പറഞ്ഞത്? 12 എന്നാണ് പറഞ്ഞത്. അപ്പം 385 പ്ലസ് ടീച്ചറുടെ വയസ്സ് = 36 × 12. 36 × 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 432 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 432 - 385. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 47 എന്ന് കിട്ടും. ഓക്കെ. അതായത് നമ്മൾ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് നമുക്ക് 11 തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുട്ടികളുടെ ടോട്ടൽ വയസ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ്? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ = ആണ് ആവറേജ്. അപ്പോൾ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ഡിവൈഡ് ബൈ 35 കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് കിട്ടി? നമുക്ക് ടോട്ടൽ കണ്ടുപിടിച്ചു. 35 × 11 385 എന്ന് കിട്ടി. ഇനി ടീച്ചറും കൂടി വരുമ്പോൾ നമ്പർ മാറും. 1 കൂടും 36 ആവും. ശരാശരിയിൽ മാറ്റം വന്നു, 12 പിന്നെ ടോട്ടൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായി മാറും? കുട്ടികളുടെ വയസ്സിൻ്റെ ടോട്ടലിൻ്റെ കൂടെ ടീച്ചറുടെ വയസ്സും കൂടി ആഡ് ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിനെ സോൾവ് ചെയ്യും. അപ്പോൾ 36 ഇങ്ങോട്ട് പോകും. അപ്പോൾ 36 × 12 അപ്പോൾ ചെയ്യുമ്പോൾ 432 എന്ന് കിട്ടും. എന്നിട്ട് ടീച്ചറിൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ ടീച്ചറിൻ്റെ ഇവിടെ നിർത്തിയിട്ട് 385 അങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ -385 ആവും. അങ്ങനെ 47 എന്ന് കിട്ടും. ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലസാഗു കാണുക എന്നാണ്. എന്താണ്? ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലസാഗു കാണുക. ഒറ്റസംഖ്യകൾ, ആദ്യത്തെ 5 ഒറ്റസംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7, 9 അല്ലേ. ഇതാണ് ആദ്യത്തെ 5 ഒറ്റസംഖ്യകൾ. ഇതിൻ്റെ ലസാഗു എങ്ങനെ കാണുക? ഇതിൽ 3ഉം 9ഉം എന്തിൽ പോകും? 3ൽ പോകില്ലേ. അപ്പോൾ നമ്മൾ 3 എഴുതുക. 1 അതേപോലെ ഇറക്കി എഴുതുക. 3ൽ 3 ഒരു പ്രാവശ്യം. 5 പോവില്ല. 5 അതേപോലെ എഴുതി. 7 പോവില്ല. 7 അതേപോലെയായി. 9ൽ 3 2 പ്രാവശ്യം. ഇനി ഇതിലെന്തെങ്കിലും പോവോ? ഇല്ല. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്താണ്? 3 × 1 × 1 × അതായത് ഇത് മൊത്തം എടുക്കണം LCM കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 × 1 × 1 × 5 × 7 × 2. സോറി ഇവിടെ 9ൽ 3 പ്രാവശ്യമല്ലേ പോണത്. അപ്പോൾ ഇവിടെ 3 × 3 അല്ലേ 9. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 315 എന്ന് കിട്ടും LCM. ഓക്കെ.